വ്യത്യസ്ത യാത്രയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രിട്ടനിലെ ഏറ്റവും ചെറിയ വീട്ടിലാണ്. ഇത്രയും ഒരു ചെറിയ വീട് ബ്രിട്ടനിൽ നിന്ന് കാണാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞതല്ല, വേൾഡ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഇത് 16ാം സെഞ്ചുറിയിലാണ് ഈ വീട് നിർമ്മിച്ചത്. പക്ഷേ 16ാം സെഞ്ചുറി നിർമ്മിച്ചെങ്കിൽ 1900 വരെ ഉള്ളായിരുന്നു ഇവിടെ ആൾ താമസം. ലാസ്റ്റ് താമസിച്ച ആളുടെ പേരാണ് ഫിഷർമാനായിരുന്നു പുള്ളിയുടെ പേരാണ് റോബർട്ട് ജോൺ. അപ്പോൾ ഈ റോബർട്ട് ജോൺ ഇവിടെ താമസിച്ചു. പക്ഷേ കൗൺസിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ റോബർട്ട് ജോണിനെ ഇറക്കി വിട്ടു. കാരണം പറഞ്ഞത് ഹ്യൂമൻ ഹാബിറ്റേഷന് പറ്റിയ വീടല്ല. അതുകൊണ്ട് തന്നെയാണ് കൗൺസിൽ റോബർട്ടിനെ പറഞ്ഞു വിട്ടു. അതിനുശേഷം ഇവിടെ ആരും താമസിച്ചിട്ടില്ല. പകരം ഇവിടുത്തെ ഗവൺമെന്റ് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാരാണ് ഈ ഒരു വലിയ ചെറിയ വീട് കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ മനോഹരമായ ഒരു നദിയുടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. തന്നെ ഇത് എൻഡ് ഓഫ് ടെറസ് ആണ്. ഒരു ടെറസ് വീടിന്റെ എൻഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അകത്തുള്ള വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ 1.5 പൗണ്ട് ആണ് അഡൾട്ട് ഫീ വരുന്നത്. അപ്പോൾ 1 പൗണ്ട് ആണ് കുട്ടികൾക്കുള്ള ഫീ. നമുക്ക് എന്താണ് ഈ അകത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ചെറിയ വീടിന്റെ ഉൾവശം ഇരിക്കാൻ പ്രത്യേക സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ചെറിയൊരു നിരിപ്പോൾ അതിനകത്ത്. അപ്പോൾ ഇതാണ് വീടിന്റെ ഈ ചെറിയ ബ്രിട്ടനിലെ ഏറ്റവും ചെറിയ വീടിന്റെ ഉൾവശം. അപ്പോൾ ചെറിയൊരു കോവീണി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണ് പുറത്തെ ഒരു കാഴ്ച നമുക്ക് നോക്കാം. പിന്നെ ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഈ വീടിന്റെ ചരിത്രത്തെ പറ്റി വ്യക്തമായി പറയുന്നുണ്ട്. കണ്ടോ, ഇതാണ് ബ്രിട്ടനിലെ ഏറ്റവും ചെറിയ വീട്. കാരണം ഒരു ദൈവം ഇതിനകത്ത് എങ്ങനെ ആൾക്കാർ താമസിച്ചു, ആ റോബോട്ട് എങ്ങനെ താമസിച്ചെന്ന് ഒരു പിടിയില്ല. ഒരു ബെഡ്റൂമാണ് ഇതിനകത്തൊരു ചെറിയൊരു ബെഡാണുള്ളത്. എനിക്കൊന്ന് അദ്ദേഹം ഉപയോഗിച്ച സാധനങ്ങളൊക്കെയാണ് തോന്നുന്നു ഇവിടെ കാണിച്ചേക്കുന്നത്. ഒറ്റൊരു മുറി, ഇത് മുറി എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ ഒരു ബാത്റൂമിന്റെ അത്ര സൈസേ ഉള്ളൂ കേട്ടോ. ചുമ്മാ അല്ല, ആൾക്കാരെ ക്യൂ നിർത്തി 1-2 പേര് കയറി കഴിയുമ്പോൾ അവർ ക്ലോസ് ചെയ്യും. പിന്നെ അടുത്ത ഇതിലാണ്. അപ്പോൾ ഇതിനകത്തൊരു ചെറിയൊരു മിററുണ്ട്, ചെറിയൊരു മേശയുണ്ട്, ഒരാൾക്ക് കിടക്കാനുള്ള കട്ടിലുണ്ട്. പിന്നെ ഇവിടെയുണ്ട് ഹീറ്റർ, പഴയ ഹീറ്റർ സംവിധാനം ഇവിടെയുണ്ട്. പിന്നെ ഇതിനകത്തൊരു ചെറിയൊരു ഡെസ്ക് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ച സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഒന്ന് ആലോചിക്കുക, 16th സെഞ്ചുറി ബിൽഡ് ചെയ്തതാണ്. ബ്രിട്ടനിലെ ഏറ്റവും ചെറിയ വീടാണിത്. കണ്ടോ? അപ്പോൾ ഇതിനകത്തൊരു ബെഡ്റൂം. ഇതിനകത്ത് എങ്ങനെ അദ്ദേഹം വന്നു എന്നൊരു പിടിയില്ല കേട്ടോ. ഏകദേശം 6 അടിയോളം ഉയരമുള്ള ഒരാളാണ് ജോർജ്. ഞാൻ ഇതിന്റെ 2ാമത്തെ നിലയിലാണ് കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെയാണ് സാധനങ്ങൾ നിങ്ങൾ കണ്ടോ? ഇവിടെ ഗ്ലാസ് ഇട്ടേക്ക്, നമുക്ക് അകത്ത് പ്രവേശനമില്ല. ചെറിയൊരു ലൈറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഉൾവശം. അപ്പോൾ ഇതാണ് വീടിന്റെ മുകൾ വശം. നമുക്ക് താഴോട്ടൊന്ന് പോവാം. $1891 20 പൗണ്ടിനാണ് ഈ വീട് വിറ്റത്. അപ്പം 1891 വെറും 20 പൗണ്ടിനാണ് വിറ്റത്. അപ്പോൾ ഇതാണ് വീടിന്റെ അകവശം. വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ഇരിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. ഇതിനകത്തല്ല എങ്ങനെ താമസിച്ചു ഒരു പിടിയില്ല കേട്ടോ ഇതിനകത്ത്.
ഉൾവശം കണ്ടല്ലോ, ഇതാണ് ബ്രിട്ടനിലെ ഏറ്റവും കുഞ്ഞു വീട്. അപ്പോൾ എന്ത് തന്നെയായാലും ശരി, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും വ്യത്യസ്ത രീതിയിലുള്ള സംഭവങ്ങളായാലും ഒരുപക്ഷെ വ്യത്യസ്ത രീതിയിലുള്ള ആളുകളായാലും വ്യത്യസ്ത സ്ഥലങ്ങളായാലും എന്ത് തന്നെയായാലും നിങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. contact@britishmalayalam.com. പിന്നെ കൂടാതെ നിങ്ങൾ വാട്സപ്പ് ചെയ്യാം 07404627029. ഇതുപോലുള്ള എന്ത് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നന്ദി, നമസ്കാരം.